ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وصلى الله على نبي الهدى وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تبارك وتعالى في محكم كتابه العزيز: أعوذ بالله من الشيطان الرجيم فلا تطع الكافرين وجاهدهم به جهادا كبيرا. صدق الله العلي العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അവനിഷ്ടപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി അല്ലാഹുവിനോട് മനസ്സ് നിറഞ്ഞ് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖോടുകൂടി ഒരു റമദാനിലേക്ക് കൂടി പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖുണ്ടെങ്കിൽ മാത്രമാണ് ഈ റമദാനിലേക്കും നമുക്ക് യഥാർത്ഥത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും അല്ലാഹു അവർക്ക് നിശ്ചയിച്ച അജല് പൂർത്തീകരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിച്ച് പോയിട്ടുണ്ട്. അതിൽ നമ്മളുടെ ഉമ്മയും ഉപ്പയും ഉണ്ടാവും, നമ്മുടെ ഇണതുണകളുണ്ടായിരിക്കും, നമ്മുടെ മക്കളുണ്ടാവും, ജ്യേഷ്ഠാനുജന്മാരുണ്ടാവും, സഹോദരികളുണ്ടാവും, പലരുമുണ്ടാവും. അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇനി ഒരു റമദാൻ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെല്ലാമാണ് അല്ലാഹു തൗഫീഖ് വെച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നമുക്കാർക്കും മുൻകൂട്ടി പറയാൻ സാധിക്കുകയില്ല. അത് അല്ലാഹുവിന്റെ അറിവിൽ പരിമിതപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഒരു റമദാൻ കൂടി നമ്മുടെ അടുത്തെത്തി എന്ന ആശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. റമദാൻ നമ്മെ സ്വീകരിക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ചിലപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെയാണ് അതിനെ കാണാറുള്ളത്. റമദാനിന് സ്വാഗതം എന്ന പരാമർശം അത്ര സൂക്ഷ്മമായ ഒരു പ്രയോഗമാണെന്ന് തോന്നുന്നില്ല. കാരണം റമദാനിനെ സ്വാഗതം ചെയ്യാൻ യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് അർഹതയുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അർഹത ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ ദുനിയാവിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരാണ്. പക്ഷെ റമദാനിനൊരു ഗ്യാരണ്ടി ഉണ്ട്. ഈ ദുനിയാവിലുള്ളിടത്തോളം കാലം റമദാൻ ഉണ്ടാവും. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം എന്ന് അല്ലാഹു
ഈ ദുനിയാവിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പും ആ സൃഷ്ടിപ്പിന്റെ കാലഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത് കാണാം. എന്നാൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന് ആരംഭിച്ചോ അന്നു മുതൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. 12 മാസം എന്ന് പറയുന്ന ഈ കാലഗണന ഈ പ്രപഞ്ചം തുടങ്ങിയ നാൾ മുതൽ ആരംഭിച്ചതാണ്. ഈ പ്രപഞ്ചം ഉള്ളയിടത്തോളം കാലം അത് നിലനിൽക്കുകയും ചെയ്യും. റമദാൻ എന്തായാലും ഉണ്ടാവും, പക്ഷെ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഗ്യാരണ്ടി ഇല്ലാത്ത നമ്മൾ ഗ്യാരണ്ടിയുള്ള റമദാനിനെ സ്വീകരിക്കുക എന്ന് പറയുന്നതിൽ തന്നെ ഒരു അപാകത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഉറുദു കവി പറയുന്നുണ്ട്, ഹം ന ഹോംഗെ ഷായദ് പർ അഗലെ സാൽ ഭി ആയേഗാ റംസാൻ, ദർ ഹഖീഖത്ത് റംസാൻ നഹി ഇൻസാൻ ഹെ മെഹ്മാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹം ന ഹോംഗെ ഷായദ് പർ അഗലെ സാൽ ഭി ആയേഗാ റംസാൻ. ഒരുപക്ഷെ നമ്മളില്ലെങ്കിലും അടുത്ത വർഷവും റമദാൻ കടന്നു വരും. നമ്മളുണ്ടായിക്കൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല. റമദാൻ അടുത്ത വർഷവും കടന്നു വരും. ശഅബാൻ കഴിഞ്ഞാൽ റമദാൻ ആയിരിക്കും, റമദാൻ കഴിഞ്ഞാൽ ശവ്വാൽ ആയിരിക്കും. അത് അതിന്റെ വഴിക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും. നമ്മളുണ്ടായിക്കൊള്ളുന്ന യാതൊരു നിർബന്ധവും അവിടെ അല്ല. അതുകൊണ്ട് തന്നെ ദർ ഹഖീഖത്ത് റംസാൻ നഹി ഇൻസാൻ ഹെ മെഹ്മാൻ. യഥാർത്ഥത്തിൽ റമദാൻ അല്ല അതിഥി, നമ്മളാകുന്നു അതിഥികൾ. നമ്മൾ അതിഥികളാണ്, റമദാൻ ആതിഥേയനാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആതിഥേയത്തിന്റെ ഒരു അതിഥി മന്ദിരമാണ് റമദാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ആതിഥേയൻ അള്ളാഹുവാണ്. അള്ളാഹു നമ്മളെ വിളിക്കുന്ന ഒരു മനോഹരമായ മന്ദിരമാണ് റമദാൻ എന്ന് പറയുന്നത്. നമ്മളൊരു അതിഥി സൽക്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങാറുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ ആ ഒരുക്കത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ച് ഒരുക്കത്തിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ അയലോകത്ത് നമ്മൾ പോകുമ്പോൾ അത്ര ഒരുങ്ങിയിട്ടൊന്നും പോകില്ല. നമ്മൾ വീട്ടിലിടുന്ന അതേ ഡ്രസ്സ് ഇട്ടിട്ടാണ് അയലോകത്തേക്ക് നമ്മൾ പോവുക. പക്ഷെ നമ്മളൊരു കല്യാണ വീട്ടിൽ പോവാണെങ്കിലോ നമ്മൾ കുറച്ചുകൂടി തയ്യാറായി ഒരുക്കത്തോടുകൂടി നമ്മൾ പോകും. ഇനി നമ്മളെ മാത്രം സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലോ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ഒരുങ്ങും. എന്ന് പറഞ്ഞാൽ ആതിഥേയൻ ആരാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ ഒരുക്കം നമ്മൾ തീരുമാനിക്കാറുള്ളത്. ഇവിടെ ആതിഥേയൻ അള്ളാഹുവാണ്. പടച്ച തമ്പുരാൻ എന്ന് പറയുന്ന ആതിഥേയൻ നമ്മളെ അതിഥികളായിക്കൊണ്ട് റമദാൻ എന്ന് പറയുന്ന ആ മന്ദിരത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നത്. അത് ഒരു ഒരുക്കവുമില്ലാതെ, യാതൊരു വിധത്തിലുള്ള മുൻകരുതലുമില്ലാതെ, ഒരു വിധത്തിലുള്ള സജ്ജീകരണങ്ങളുമില്ലാതെ നമ്മളങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ റമദാനിന് മുന്നൊരുക്കം വളരെ അത്യാവശ്യമാണ്. ആ മുന്നൊരുക്കത്തിന്റെ മാസം കൂടിയാണ് യഥാർത്ഥത്തിൽ ശഅബാൻ. ഈ ശഅബാനിൽ നമ്മൾ ഇങ്ങനെ ഒരു ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച, ഇങ്ങനെ ഒരു പ്രഭാഷണം സ്വഭാവത്തിൽ വെക്കുന്നതിന്റെ അടിസ്ഥാനം പോലും യഥാർത്ഥത്തിൽ അതാണ്. റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ എന്ന് പറയുന്ന മാസത്തെ ഏറ്റവും സജീവമായി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അതിലെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ശഅബാനെ കുറിച്ച് പറയുന്നത്, റമദാൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്ന മാസമായിരുന്നു ശഅബാൻ എന്നാണ്. ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്ന മാസം. എല്ലാ ദിവസവും നോൽക്കാറില്ലെങ്കിലും പരമാവധി ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് ശഅബാനിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം ഹദീസുകളിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഫീഹി യഗ്ഫലുന്നാസു, ആ മാസത്തിൽ ജനങ്ങൾ അശ്രദ്ധമാകാൻ സാധ്യതയുള്ള മാസമാണ്. ജനങ്ങൾ അശ്രദ്ധമായി ഒരു വിധത്തിലുള്ള ശ്രദ്ധയുമില്ലാതെ അവഗണിക്കാൻ സാധ്യതയുള്ള മാസമാണ് ശഅബാൻ മാസം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. മറ്റുള്ളവർ അശ്രദ്ധരാകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ജാഗ്രതപ്പെടുക എന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവരും ഇങ്ങനെ അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ വിളിച്ചത് അള്ളാഹുവിന്റെ റസൂൽ പറയാണ് 4 കാര്യങ്ങൾ അതിൽ പറയുന്നത്. ആ 4 കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ അവസാനം പറയുന്നത്, തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് വളരെ കൂളായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. വളരെ സമാധാനത്തോടെ
നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും ഈ 4 കാര്യങ്ങൾ ചെയ്താൽ. ആ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര അശ്രദ്ധമാകുന്ന കാര്യങ്ങളായിരിക്കും. അതിൽ ഒന്നാമത് പറയുന്നത് അഫ്ശുസ്സലാം. നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. എല്ലാവരോടും സലാം പറയാം. അല്ലാഹു റസൂൽ പറയുന്നത് അറിയുന്നവരോടും അറിയാത്തവരോടും നിങ്ങൾ സലാം പറയണം. കരുതി വെപ്പില്ലാതെ സലാം പറയാൻ പഠിപ്പിച്ച ദീനാണ് ഇസ്ലാം. ഏത് മനുഷ്യനോടും സലാം പറയുക എന്ന് പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമാണെന്ന് റസൂൽ പറയുന്നത്. നമ്മളത് ആലോചിച്ച് നോക്കിയേ, നമ്മൾ അങ്ങനെ സലാമിനെ കണ്ടിട്ടുണ്ടോ? ഭാര്യ ഭർത്താവിനോട് സലാം പറയാത്ത ആളുകളുണ്ട്. ഭർത്താവ് ഭാര്യയോട് ഇന്നേ വരെ സലാം പറഞ്ഞിട്ടില്ലാത്ത മനുഷ്യന്മാരുണ്ട്. വാപ്പാരോട് മക്കള് സലാം പറയില്ല, മക്കള് വാപ്പാരോട് സലാം പറയില്ല, കൂട്ടുകാര് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയില്ല, വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ സലാം പറയില്ല, ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞിട്ടാ നമ്മൾ വർത്താനം ആരംഭിക്കാം. കുട്ടികളാണെങ്കിൽ പരസ്പരം എടാ പോടാന്ന് വിളിച്ചിട്ടാ വർത്താനം ആരംഭിക്കാം. ഭർത്താക്കന്മാരും ഭാര്യമാരാണെങ്കിൽ ഭാര്യമാര് ഭർത്താവിന് ഏയ് ഹോയ് എന്നൊക്കെ വിളിച്ചിട്ടാ വർത്താനം തുടങ്ങും, സലാം പറയില്ല. പക്ഷെ സലാം പറയുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. എല്ലാവരോടും സലാം പറയും, പുണ്യമുള്ള കാര്യമാണ്. നല്ല റസൂല് പറഞ്ഞത് തദ്ഖുലുൽ ജന്നത ബിസലാം. നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗമാണത് എന്നാണ് റസൂല് പറയുന്നത്. രണ്ടാമത് പറയുന്നത് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നല്ല ഇതിന്റെ അർത്ഥം, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. കാരണം ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ബന്ധം വല്ലാതെ ഊട്ടി ഉറപ്പിക്കാനുള്ള, ഈ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? ഊട്ടി ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുത്ത് ബന്ധം ഉറപ്പിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാല് ആ ഭക്ഷണം കഴിക്കുന്നതിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബന്ധങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇപ്പൊ വീട്ടിൽ ഉമ്മയും ഉപ്പയും മക്കളും എല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് കണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയാറുണ്ട്. കാരണം എന്താ? ഇന്ന് വീട്ടിലുള്ള ആളുകൾക്ക് പോലും പരസ്പര ബന്ധമല്ല. എല്ലാവരും മൊബൈൽ ഫോണിലാണ്, എല്ലാവരും വാട്സപ്പിലാണ്, എല്ലാവരും ഇൻസ്റ്റയിലാണ്, എല്ലാവരും FBയിലാണ്, എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം കാണാനും സംസാരിക്കാനും വർത്താനം പറയാനൊന്നും നേരല്ല. അപ്പൊ നമ്മൾ ഒരു ദിവസമെങ്കിലും ഇതൊക്കെ മാറ്റിവെച്ചിട്ട്, ഫോണൊക്കെ മാറ്റിവെച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും ഫോൺ നോക്കുന്ന ആളുകളുണ്ട്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഞാൻ എന്റെ വിഷയം മാറ്റി പറയില്ല. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ആളുകൾ അശ്രദ്ധമാകുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മൂന്നാമത് ഹദീസിൽ പറയുന്നത് വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം നിങ്ങൾ ചേർക്കണം എന്നാണ്. കുടുംബബന്ധം മുറിക്കുന്നത് ഇസ്ലാമിൽ വലിയ തെറ്റാണ്. അൽ ഖാത്തിഉ ഫിന്നാർ, കുടുംബബന്ധം മുറിക്കുന്നവൻ നരകത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ കട്ടർ ആയി പറയുന്നുണ്ട്. കുടുംബബന്ധം ഒരു കാരണവുമില്ലാതെ മുറിച്ചു കളയുന്ന ആളുകൾ നരകത്തിലാണെന്ന് സംശയലേശം എന്നെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച കാര്യം അത്. പക്ഷെ ഇവിടെ പറയുന്ന എന്താ? നിങ്ങൾ കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കണം. നമ്മൾ കുടുംബബന്ധം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും. നമ്മൾ മുറിക്കുന്നൊന്നുമില്ല, ശരിയാ. കുടുംബബന്ധം മുറിക്കാനൊന്നും നമ്മൾ അങ്ങനെ പരമാവധി ശ്രമിക്കാറില്ല. പക്ഷെ കുടുംബബന്ധം നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അത് ശക്തിപ്പെടുത്താൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോ നമ്മുടെ അനുജന്റെ വീട്ടിൽ നമ്മൾ പോയിട്ട് എത്ര ദിവസമായി? അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠന്റെ വീട് നമ്മൾ സന്ദർശിച്ചിട്ട് എത്ര ദിവസമായി? നമ്മുടെ മക്കളുടെ വീട്ടിലേക്ക് നമ്മൾ പോയിട്ട് എത്ര ദിവസമായി? നമ്മുടെ വാപ്പാനെയും ഉമ്മാനെയും പോയി നമ്മൾ കണ്ടിട്ട് എത്ര ദിവസമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണണ്ട തീരുമാനിച്ചോന്നല്ല, പക്ഷെ നമ്മൾ ബോധപൂർവം കാണണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ കാണണമെന്ന് തീരുമാനിച്ച് ആ ബന്ധം നിങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് വളരെ ശാന്തമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. നാലാമത് പറയുന്നത് വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ, ആളുകൾ കടന്നുറങ്ങുമ്പോ, ആളുകൾ രാത്രി കടന്നുറങ്ങുമ്പോ നിങ്ങൾ കുറച്ചു നേരം നിന്ന് നിസ്കരിക്കാം. തഹജ്ജുദിനെ കുറിച്ചും ഖിയാമുല്ലൈലിനെ കുറിച്ചും പറയുന്നത്. മനുഷ്യന്മാര് കടന്നുറങ്ങുമ്പോ അവരിങ്ങനെ ഉറങ്ങാണ്, അഗാധമായ ഉറക്കത്തിലാണ്. അങ്ങനെ ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു 2 റക്അത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. അപ്പൊ മനുഷ്യന്മാര് അത് അശ്രദ്ധമാകുന്ന സമയമാണല്ലോ. അതുകൊണ്ടാണ് സുബഹി നിസ്കാരത്തിൽ മാത്രം ബാങ്ക് കൊടുക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പ്രത്യേകം പറയുന്നത്. അതുകൊണ്ടാണ് സുബഹി നിസ്കാരം. അപ്പൊ നമ്മുടെ ജമാഅത്ത് നിസ്കാരങ്ങൾ നമ്മളിങ്ങനെ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള ജമാഅത്ത് ഏതാണ്?
സുബഹി നിസ്കാരമാണ്. സുബഹി നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള അപ്പൊ സുബഹി നിസ്കാരമാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള നിസ്കാരം. ഏറ്റവും കൂടുതൽ ആളുകൾ കുറവുള്ള നിസ്കാരം ഏതായിരിക്കും? സുബഹി നിസ്കാരമായിരിക്കും. ഏറ്റവും കൂടുതൽ ജമാഅത്തിൽ ആളുകൾ കുറയുന്ന നിസ്കാരവും സുബഹി നിസ്കാരമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ അശ്രദ്ധമാകുന്ന സമയമാണത്. ആ അശ്രദ്ധമാകുന്ന സമയത്ത് നമ്മൾ ജാഗ്രത പാലിക്കുമ്പോൾ അത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ സുബഹി നിസ്കാരം. ഈ ഇസ്രായേലിന്റെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ഗോൾഡ മെയർ എന്നാണ് അവരുടെ പേര്. അവർ പറയുന്നുണ്ട്, നിങ്ങൾ മുസ്ലിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല, മുസ്ലിങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പക്ഷെ ഒരു സമയത്ത് നിങ്ങൾ അവരെ ഭയപ്പെടണം. ഏതാ സമയം എന്നറിയോ? ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന അത്രയും മനുഷ്യന്മാര് സുബഹി നിസ്കാരത്തിൽ പള്ളിയിൽ എത്തുന്ന ഒരു സമയം വന്നു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ പേടിക്കണം എന്ന് പറയുന്നുണ്ട്. ജുമുഅ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന അത്രയും മനുഷ്യന്മാര് സുബഹിക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ പേടിക്കണം. കാരണം എന്താ? അത് നമ്മളുടെ ഒരു ജാഗ്രതയാണ്. സുബഹി നിസ്കാരത്തിൽ ഒരാൾക്ക് പള്ളിയിലെത്താൻ കഴിയുക എന്ന് പറയുന്നത് എല്ലാ ഗഫലത്തിൽ നിന്നും, എല്ലാ അശ്രദ്ധയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കാൻ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോ മറ്റുള്ളവർ അശ്രദ്ധമാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക എന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ ശഅബാൻ മാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. രണ്ടാമത് റസൂൽ പറഞ്ഞത്, ഈ ദിവസത്തിലാണ് കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തുക. ഒരു വർഷത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, നമ്മുടെ കണക്ക് പുസ്തകം അല്ലാഹുവിലേക്ക് ഉയർത്തുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ശഅബാൻ മാസത്തിൽ മറ്റുള്ള മാസങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ആ അർത്ഥത്തിൽ ഈ ശഅബാൻ എന്ന് പറയുന്നത്, എന്തിനാണ് റസൂൽ കൂടുതൽ നോമ്പ് നോറ്റത്, എന്തിനാണ് ശഅബാനിനെ ഇങ്ങനെ സജീവമാക്കിയത് എന്ന ചോദ്യത്തിന്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം റമളാനിന്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, റമളാനിന്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, റമളാനിന്റെ ഒരു പ്രീ പ്ലാനിങ്ങും അതിന്റെ ഒരു ഒരുക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ കൂടുതൽ സജീവമാക്കിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റമളാനിന്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി യഥാർത്ഥത്തിൽ സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. എന്താണ് റമളാൻ മാസത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ഉത്തരമുണ്ട്. നമ്മൾക്കെല്ലാവർക്കും അതിന്റെ ഉത്തരം വളരെ ലളിതമായിട്ട് അറിയാം. അള്ളാഹുവിന്റെ ഖുർആൻ അവതീർണമായ മാസമാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്നാണ് റമളാൻ എന്ന് പറയുന്ന ആ മാസത്തെ അള്ളാഹുവിന്റെ ഖുർആൻ വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആനിൽ ഒരു മാസത്തിന്റെ പേരും പരാമർശിച്ചിട്ടില്ല, ഇല്ല റമളാൻ, റമളാൻ ഒഴികെ. റമളാനെ കുറിച്ച് മാത്രമേ ഖുർആൻ പേര് പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു മാസത്തെ കുറിച്ച് ഖുർആനിൽ, ആ മാസങ്ങളുടെ പേര് ഖുർആനിൽ എവിടെയും പറയുന്നില്ല. റമളാനിന്റെ പേര് ഖുർആനിൽ പ്രത്യേകമായി പരാമർശിക്കാനുള്ള കാരണം അത് അള്ളാഹുവിന്റെ ഖുർആൻ അവതീർണമായ മാസമാണ് എന്ന ഒറ്റ കാരണത്താലാണ്. അതുകൊണ്ട് ഖുർആൻ അവതീർണമായ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഹ്റുൽ ഖുർആൻ, ഷഹ്റുൽ ഖുർആനിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹുവിന്റെ ഹിദായത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി എന്നുള്ളതാണ്. ഹിദായത്ത് കിട്ടി എന്നുള്ളതിനേക്കാൾ വലിയൊരു നിഅമത്ത് നമ്മുടെ ജീവിതത്തിൽ വേറല്ല. കാരണം നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി ഏറ്റവും ചുരുങ്ങിയത് 17 തവണ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന നേരായ വഴിയിൽ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണമേ എന്ന് പടച്ചവനോട് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 17 തവണ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആക്ക് അള്ളാഹു നൽകുന്ന ഇജാബത്താണ് യഥാർത്ഥത്തിൽ ഖുർആൻ. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഇങ്ങനെ ഒരു ദുആ ചെയ്ത്, സൂറത്തുൽ ബഖറ 2ാമത്തെ സൂറത്തിൽ ആദ്യം തന്നെ അള്ളാഹ് നമ്മോട് പറയുന്നത് എന്താ? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ ഖുർആൻ എന്ന് പറയുന്നത്, ഈ കിതാബ്, അൽ കിതാബ് എന്ന് പറയുന്ന ഈ ഖുർആൻ
ഹിദായത്ത് മുത്തഖികളാകാൻ ആഗ്രഹിക്കുന്ന, നല്ല മനുഷ്യനായി ആഗ്രഹിക്കുന്ന, നല്ല മനുഷ്യനായി മാറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു ഈ ഖുർആനിലൂടെ ഹിദായത്താണ് നൽകുന്നത്. ഖുർആനിലൂടെയാണ് പടച്ച തമ്പുരാൻ നമുക്ക് ഹിദായത്ത് നൽകുന്നത്. റമളാനും ഖുർആനും നോമ്പും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ഹിദായത്താണെങ്കിൽ ആ ഹിദായത്ത് കിട്ടുന്നത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. ആ ഖുർആൻ അവതീർണമായ മാസമാണ് റമളാൻ. ആ റമളാൻ മാസത്തിൽ നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ ആ നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ ലഭ്യമാവേണ്ട ഹിദായത്ത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു പരിശീലനത്തിന്റെ പേരാണ് സിയാം എന്ന് പറയുന്ന ഇബാദത്ത്. ഇതാണ് റമളാൻ, ഖുർആൻ, സിയാം, ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഹിദായത്തും ഖുർആനും സിയാമും തമ്മിലുള്ള ബന്ധവും അത് തന്നെയാണ്. ഹിദായത്ത് ഖുർആനിലൂടെയാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഖുർആൻ അവതീർണമായ മാസമാണ് റമളാൻ. ആ റമളാനിൽ നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ ആ നോമ്പിലൂടെ ഹിദായത്തിന്റെ ജീവിതം എങ്ങനെയാണ് എന്ന് പരിശീലിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നോമ്പ് എന്ന് പറഞ്ഞ ഇബാദത്തിന്റെ പ്രത്യേകത എന്താ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ലൈംഗികമായി ബന്ധപ്പെടുന്നില്ല, ലൈംഗികമായി ചിന്തിക്കുന്ന പോലുമില്ല, ലൈംഗികമായി നമ്മൾ സംസാരിക്കുന്നില്ല, വേണ്ടാത്ത അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് മാത്രമല്ല, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഹലാലാക്കിയത് പോലും നമ്മൾ ചെയ്യുന്നില്ല. ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ വിശന്നു കഴിഞ്ഞാൽ ആർക്കും എപ്പോഴും ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാൻ ദാഹിച്ചു കഴിഞ്ഞാൽ ആർക്കും വെള്ളം കുടിക്കാം. അതേപോലെ തന്നെ ഒരാൾക്ക് ലൈംഗികമായി തന്റെ ഭാര്യയുമായി ഭർത്താവുമായി ബന്ധപ്പെടണമെന്ന് വിചാരിച്ചാൽ ഏത് സമയത്തും ബന്ധപ്പെടാം. ഇന്ന സമയത്തെ പാടൂ നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ റമളാന്റെ പകലിൽ 10-14 മണിക്കൂർ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ? അള്ളാഹു എന്നോടൊരു കാര്യം പറഞ്ഞാൽ അതെന്റെ ജീവിതത്തിൽ ഹലാലായ കാര്യമാണെങ്കിൽ പോലും അള്ളാഹു എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യൂല. അള്ളാഹ് എന്നോട് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കൂല. അള്ളാഹ് എന്നോട് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കൂല. അള്ളാഹു എന്റെ ഭാര്യയുമായി ബന്ധപ്പെടരുത്, ഭർത്താവുമായി ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെടൂല എന്ന് നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണല്ലോ നോമ്പ് നോറ്റുകൊണ്ട് ചെയ്യുന്നത്. അതൊരു പരിശീലനമാണ്, ഒരു എക്സർസൈസാണ്. എന്തിന്റെ എക്സർസൈസാണത്? എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന ഹിദായത്ത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയുക എന്നതിന്റെ പരിശീലനമാണ് യഥാർത്ഥത്തിൽ ഈ റമളാനിലെ നോമ്പിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് വിശുദ്ധ ഖുർആന്റെ ഹിദായത്ത്? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നൽകുന്ന ഹിദായത്ത്? നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സമൂഹത്തിലേക്ക് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്ക എന്ന് പറയുന്ന ആ അറേബ്യൻ മണ്ണിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തും റിസാലത്തും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിക്കുമ്പോൾ ആ ജനത എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് നമുക്കറിയാം. സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറയുന്നത് പോലെ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്ന ഖുർആൻ പറഞ്ഞു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിന്റെ റസൂൽ അവരിലേക്ക് ഒരു പ്രവാചകനായി നിയോഗിക്കുന്നതിന് മുമ്പ് അവര് വഴികേടിലായി, ലലാലത്തിലായിരുന്നു. അവര് ഹിദായത്തിന്റെ ഒരു വെളിച്ചവും അവർക്ക് കിട്ടിയിരുന്നില്ല. ലലാലത്തിന്റെ എല്ലാ അന്ധകാരത്തിന്റെ അപകടങ്ങളുടെ ഗർത്തങ്ങളിലേക്ക് വീണുപോയി നാശത്തിന്റെ ഗർത്തങ്ങളിലേക്ക് ആപതിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു ആ സമൂഹം. ആ സമൂഹത്തിലേക്കാണ് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും, അവരുടെ കൂട്ടത്തിൽ അവർക്കറിയാവുന്ന അവരോടൊപ്പം ജീവിച്ച ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി കൊണ്ട് നിയോഗിക്കുന്നത്. ആ പ്രവാചകൻ ആ സമൂഹത്തിൽ അഥവാ ലലാലത്തിൽ അകപ്പെട്ട ആ ജനതയെ ഹിദായത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്നു. എങ്ങനെ കൈപ്പിടിച്ചു കൊണ്ടുവന്നേ? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഇതാണ് അല്ലാഹു റസൂൽ ചെയ്ത ഒറ്റപ്പണി, വേറൊന്നും ചെയ്തിട്ടില്ല. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ആയാത്തുകൾ അവർക്ക് റസൂൽ ഓതിക്കേൽപ്പിച്ചു കൊടുത്തു. ആ ആയാത്തുകൾ കേട്ടപ്പോ വയുസക്കീഹിം, അതിലൂടെ അള്ളാഹുവിന്റെ റസൂൽ അവരെ തസ്കിയത്ത് ചെയ്ത് നേരാക്കിയെടുത്തു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിന്റെ അധ്യാപനങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു.
ആ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ അധ്യാപനങ്ങളുടെ വിശദാംശങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലിന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഖുർആനായിരുന്നു, വേറൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറഞ്ഞത് ഫലാ തുതിൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. സത്യനിഷേധികളെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. കാഫിരീങ്ങളോട് നോ കോംപ്രമൈസ്. അവരോട് നിങ്ങൾ കോംപ്രമൈസ് ആവേണ്ടതില്ല. അവരോട് നിങ്ങൾ കോംപ്രമൈസ് ആവാതെ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. എങ്ങനെ? വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഖുർആൻ എന്ന് പറയുന്ന ഈ ആയുധം കയ്യിലേന്തിക്കൊണ്ട് നിങ്ങൾ ആ ജനതയിൽ ജിഹാദ് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ജനതയെ നേരായ വഴിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവശമുണ്ടായിരുന്ന ഏക ആയുധം എന്ന് പറയുന്നത് ഖുർആനായിരുന്നു. ആ ഖുർആൻ തന്നെ നമ്മുടെ കയ്യിലുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അതേ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഖുർആനിലൂടെ ലലാലത്തിൽ നിന്ന് ഹിദായത്തിലേക്ക് വഴിമാറാൻ നമുക്ക് സാധിക്കണം. കുഫറിൽ നിന്ന് ഈമാനിലേക്ക് മാറാൻ സാധിക്കണം. ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരാൻ സാധിക്കണം. സയ്യിആത്തുകളിൽ നിന്ന് ഹസനാത്തുകളിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. ഖബീസുകളിൽ നിന്ന് ത്വയ്യിബിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. ഹറാമുകളിൽ നിന്ന് ഹലാലിന്റെ ജീവിതത്തിലേക്ക് മാറാൻ സാധിക്കണം. ഷർറുകളിൽ നിന്ന് ബിറിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. ഇത് മാറാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു ഗ്രന്ഥം എന്ന നിലക്ക് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുകൂടിയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആനിലൂടെയാണ് ആ ജനതയിൽ മാറ്റമുണ്ടാക്കിയത്. ആ മാറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നൽകിയപ്പോ ആ ഖുർആൻ ആ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാലിക് ബിൻ നബി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു ഇസ്ലാമിക ചിന്തകനുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ശുറൂത്തുൻ നഹ്ള എന്നാണ്. ശുറൂത്തുൻ നഹ്ള, ദ കണ്ടീഷൻ ഓഫ് റിനൈൻസസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ വിശുദ്ധ ഖുർആൻ ആ സമൂഹത്തിൽ എങ്ങനെയാണ് പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്നൽ ഹളാറത ലാ തുബാഉ വലാ തുഷ്തറ. സംസ്കാരം, നാഗരികത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല. കാശ് കൊടുത്ത് നിങ്ങൾക്ക് വിൽക്കാനും കഴിയില്ല. കാശ് വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് വിൽക്കാനോ കാശ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാനോ കഴിയാത്ത ഒന്നാണ് നാഗരികത എന്ന് പറയുന്നത്. നാഗരികത എന്ന് പറയുന്നത് വില കൊടുത്തുകൊണ്ട് വാങ്ങാൻ പറ്റുന്ന, വില വാങ്ങി വിൽക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, യഥാർത്ഥത്തിൽ ഒരു നാഗരികത കെട്ടിപ്പടുക്കുന്നത് 3 ഘടകങ്ങളിലൂടെയാണ്. 3 ഘടകങ്ങളിലൂടെയാണ് ഒരു നാഗരികത കെട്ടിപ്പടുക്കാൻ കഴിയുക. അതിൽ ഒന്നാമത്തേത് അൽ ഇൻസാൻ, രണ്ടാമത്തേത് വത്തുറാബ്, മൂന്നാമത്തേത് വൽ വഖ്ത്. ഒന്ന് മനുഷ്യൻ തന്നെയാണ്. രണ്ടാമത്തേത് അവൻ ജീവിക്കുന്ന മണ്ണാണ്. 3 അവൻ ജീവിക്കുന്ന കാലമാണ്. മനുഷ്യനും അവൻ ജീവിക്കുന്ന മണ്ണും അവൻ ജീവിക്കുന്ന കാലവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തും റിസാലത്തുമായി ആ കാലഘട്ടത്തിൽ പ്രവാചകനായി നിയോഗിക്കപ്പെടുമ്പോൾ അവര് മനുഷ്യരായിരുന്നു. അവർക്കൊരു സമയമുണ്ടായിരുന്നു. അവരുടെ ജീവിക്കുന്ന ഒരു മണ്ണും അവർക്കുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയിൽ എങ്ങനെയാണ് മാറ്റമുണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി. അവര് ജീവിക്കുന്ന മണ്ണിൽ മാറ്റമുണ്ടാക്കി. അവരുടെ കാലഘട്ടത്തെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ മാറ്റിമറിച്ചു. എന്തിലൂടെ? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ. അദ്ദേഹം പറയാണ്, വലാകിന്ന ഹാദിഹിൽ അനാസിർ, ഈ 3 ഘടകങ്ങളും തബ്ഖാ റാകിദതൻ ലാ തുൻതിജു ഹളാറ, അത് ഒരു വരണ്ട, ഒന്നിനും കൊള്ളാത്ത, ഒരു പ്രൊഡക്റ്റീവായ, ഒന്നും ചെയ്യാത്ത ഒന്നായിട്ട് മനുഷ്യന്റെ സമൂഹത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് അതിൽ മാറ്റം വരുത്താൻ കഴിയുക? ഇല്ല ഇദാ മസജത്ഹ അല്ലതി നസല ബിഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ആ സമൂഹത്തിൽ ഇറങ്ങി ആ ഖുർആൻ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവർ മാറാൻ കഴിഞ്ഞത്.
ആ മണ്ണിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത്, അവർ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഖുർആനിലൂടെ ആ ജീവിച്ച മനുഷ്യരെ, ആ ജീവിച്ച മണ്ണിനെ, ആ ജീവിച്ച കാലഘട്ടത്തെ വിശുദ്ധ ഖുർആനിലൂടെ മാറ്റിപ്പണിതുകൊണ്ട് ഒരു പുതിയ മനുഷ്യനാക്കി, ഒരു പുതിയ കാലമാക്കി, ഒരു പുതിയ മണ്ണാക്കി, ആ മണ്ണിനെയും ആ കാലത്തെയും ആ വ്യക്തിയെയും മാറ്റിയെടുത്തു എന്നതാണ് വിശുദ്ധ ഖുർആൻ ആ സമൂഹത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനം എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഷെയ്ഖ് യൂസുഫുൽ ഖർളാവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കൈഫ നതഅമലു മഅൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. എങ്ങനെയാണ് വിശുദ്ധ ഖുർആനുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയുക, വിശുദ്ധ ഖുർആനോട് ഒന്നിച്ച് നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നൽ ഖുർആന ലൈസ കിതാബൻ ലിൽ ബറകത്തി ഫഖത്ത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം നിങ്ങൾക്ക് ബർക്കത്തിന് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥം മാത്രമല്ല, നിങ്ങൾക്ക് ബർക്കത്തെടുക്കാനുള്ള ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ തൊട്ടുമുത്തി തലോടി നിങ്ങൾക്ക് ചില മന്ത്രതന്ത്രങ്ങൾ ഉച്ചരിച്ച് നിങ്ങളുടെ ഭൗതികമായ എന്തൊക്കെയോ നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കേവല ഗ്രന്ഥത്തിന്റെ പേരല്ല ഖുർആൻ. ഒരുപക്ഷെ അതൊക്കെ നിങ്ങൾക്ക് നേടാൻ സാധിച്ചേക്കാം, പക്ഷെ അതിനുവേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖുർആൻ നൽകിയിട്ടുള്ളത്. ബൽ ഹുവ ദസ്തൂറുൻ ലിത്തഗ്യീരി ശാമിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണമായ മാറ്റമുണ്ടാക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഭരണഘടനയുടെ പേരാണ് വിശുദ്ധ ഖുർആൻ. നമ്മുടെ ജീവിതത്തെ അടിമുടി പരിവർത്തിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ. സ്വനഅ മിൻ ഉമ്മത്തിൻ മുമസ്സഖത്തിൻ ഉമ്മത്തൻ വാഹിദ. ആ ഖുർആൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണെന്നറിയോ? ഛിന്ന ഭിന്നമായി കടന്നിരുന്ന വ്യത്യസ്തമായ ഗോത്രങ്ങളും വിഭാഗങ്ങളുമായി നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടലുകൾ, കൊലപാതകങ്ങൾ, യുദ്ധങ്ങൾ വരെ നടത്തിയിരുന്ന ആ ജനതയെ ഒരൊറ്റ ഉമ്മത്താക്കി മാറ്റി, ഒറ്റ ജനതയാക്കി ആ വിശുദ്ധ ഖുർആൻ അവരുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. വമിൻ ഉമ്മത്തിൻ ജാഹിലിയത്തിൻ ഉമ്മത്തൻ തഖൂദുൽ ബശരിയ്യത്തി ബിൽ ഇൽമി വൽ ഈമാൻ. ജാഹിലിയത്തിന്റെ ഒരു ഉമ്മത്തിനെ, ജാഹിലിയത്തിന്റെ അട്ടിപ്പേറുകളുമായി കഴിഞ്ഞുകൂടിയിരുന്ന ആ ജനതയെ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഇൽമിന്റെയും ഈമാനിന്റെയും വിശ്വാസത്തിന്റെയും അറിവിന്റെയും കൊടിവാഹകരാകുന്ന ഒരു സമൂഹത്തിന്റെ നേതൃപദവി ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു ജനതയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ എങ്ങനെയാണ് മാറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. ആ ഖുർആൻ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ ഖുർആന് എങ്ങനെയാണ് മാറ്റമുണ്ടാക്കിയത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നജ്ജാശിയുടെ, നേഗസ് ചക്രവർത്തി എന്ന് പറയുന്ന നജ്ജാശി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അന്നത്തെ അബസീനിയ, ഇന്നത്തെ എത്യോപ്യ, ആ അബസീനിയയിലേക്ക് സഹാബികൾ ഹിജ്റ പോയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയോടുകൂടി. മക്കയിൽ ജീവിക്കാൻ കഴിയുന്നില്ല, മക്കയിൽ നിസ്കരിക്കാൻ പോലും, പരസ്യമായിട്ട് നിസ്കരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോ ഒരു താൽക്കാലിക അഭയകേന്ദ്രം എന്ന നിലക്ക് അബസീനിയയിലേക്ക് സഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോകാൻ വേണ്ടി പറഞ്ഞു. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ഹിജ്റ പോകുന്നത്. അങ്ങനെ അവരവിടെ എത്തി. അവിടെ അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നജ്ജാശിയുടെ അടുക്കൽ വന്ന്, ഇവർ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കുഴപ്പമുണ്ടാക്കി ഒളിച്ചോടിയവരാണ്, ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ ഇവരെ തിരിച്ചു പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ് ഒരു സംഘം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വന്ന് നജ്ജാശിയോട് ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് നജ്ജാശി ജഅഫർ ബിൻ അബീ ത്വാലിബിനെയും സംഘത്തെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്താണ് ആ നാട്ടിൽ ചെയ്ത പണി? എന്തിനാണ് ഈ നാട്ടുകാർ നിങ്ങളെ ഇത്രമാത്രം വെറുക്കാൻ കാരണം? എന്തുകൊണ്ടാണ് ഇവരെ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് എന്ന് നജ്ജാശി ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ, ജഅഫർ ബിൻ അബീ ത്വാലിബ് വളരെ മനോഹരമായി പ്രഭാഷണം നടത്താൻ കഴിയുള്ള ഒരാൾ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഭാഷണമാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണം. അദ്ദേഹം പറയുന്നുണ്ട്, അയ്യുഹൽ മലിക്, ആ രാജാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത്, കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയ്യത്തിന്റെ ഒരു സമൂഹമായിരുന്നു. ജാഹിലിയ്യത്തിന്റെ എല്ലാ അന്ധകാരങ്ങളും ഞങ്ങൾ ആകപ്പാടെ മൂടി അതിൽ നിന്ന് മുക്തമാവാൻ ഒരു വഴിയുമില്ലാതെ അങ്ങേറ്റം പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു ഞങ്ങൾ. നഅ്ബുദുൽ അസ്നാം, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിച്ചിരുന്നു. വനഅ്കുലുൽ മൈത, ഞങ്ങൾ ശവം ഭക്ഷിച്ചിരുന്നു. അതേപോലെ തന്നെ വനഅ്തിയൽ ഫവാഹിഷ്, എല്ലാ മ്ലേച്ഛമായ
എല്ലാ വേണ്ടാത്ത പ്രവർത്തനങ്ങളും ഒരു മടിയുമില്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തിരുന്നു. വനഖതഉൽ അർഹാം, കുടുംബ ബന്ധങ്ങൾക്ക് ഞങ്ങൾ ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും ഞങ്ങൾ കൽപ്പിക്കുമായിരുന്നില്ല. വനുസിഉൽ ജിവാർ, അയൽപക്ക ബന്ധങ്ങൾ ഞങ്ങൾ വിസ്മരിക്കുമായിരുന്നു. വയഅകുലുൽ ഖവിയ്യു മിന്നാ അൽളഈഫ്, ഞങ്ങളുടെ കൂട്ടത്തിലെ മല്ലന്മാരായ കരുത്തുള്ള ആളുകൾ ദുർബലന്മാരായ പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തികമായും അധികാരപരമായും അവരെ തടിച്ചുകൊടുത്ത് ഉന്നതമായ പദവികളിൽ എത്തുമായിരുന്നു. അതിന്റെ പിറകിൽ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ നരകിച്ച് യാതനകൾ അനുഭവിച്ച് പ്രയാസപ്പെടുന്ന സാഹചര്യം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ഫകുന്ന അലാ ദാലിക്, ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു. നഅരിഫു നസബഹു വസിദ്ഖഹു വഅമാനതഹു വഅഫാഫഹു, ആ പ്രവാചകനായി നിശ്ചയിക്കപ്പെട്ട വ്യക്തി ഞങ്ങൾക്ക് അപരിചിതനല്ല. അദ്ദേഹത്തിന്റെ വംശപരമ്പര, അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അദ്ദേഹത്തിന്റെ സത്യസന്ധത ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രശസ്തമാണ്. വിശ്വസ്തതയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ വേറെ ഒരു മനുഷ്യനും ആ നാട്ടിലുണ്ടായിരുന്നില്ല. അങ്ങേയറ്റത്തെ വിശുദ്ധിയുടെ ജീവിതം നയിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ഒരു പ്രവാചകനെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ആ പ്രവാചകൻ എന്താ ചെയ്തത്? ഫദഅനാ ഇലല്ലാഹി ലിനുവഹിദഹു വനഅബുദഹു വനഖ്ലഉ മാ കുന്നാ നഅബുദു നഹ്നു വആബാഉനാ മിൻ ദൂനിഹി മിനൽ ഹിജാറതി വൽ ഔസാൻ. ആ പ്രവാചകൻ ഞങ്ങളോട് ഒന്നാമതായി കൽപ്പിച്ചത്, ഏകനായ അല്ലാഹുവിന്റെ തൗഹീദ് നിങ്ങൾ അംഗീകരിക്കണം. ശിർക്ക് ചെയ്യാൻ പാടില്ല, ബിംബങ്ങൾ ആരാധിക്കാൻ പാടില്ല, കല്ലുമുള്ളു മൂർഖൻ പാമ്പ് മുതൽ മുള്ളുമുരടും വരെയുള്ള ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. അവയുടെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. ഏകനായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടൂ, അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടൂ എന്ന് ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. വഅമറനാ ബിസ്ദിഖിൽ ഹദീസ്, ജീവിതത്തിൽ സത്യം മാത്രമേ പറയാവൂ എന്ന് ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. വഅദാഇൽ അമാന, വിശ്വസ്തത, അമാനത്തിനോട് നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല. വസിലത്തുർ റഹീം, കുടുംബ ബന്ധം നിങ്ങൾ ചേർക്കണം. വഹുസ്നുൽ ജിവാർ, അയൽപക്ക ബന്ധങ്ങൾ നിങ്ങൾ പാലിക്കണം. വൽകഫി അനിൽ മഹാരിമി വദ്ദിമാ, മറ്റുള്ളവരുടെ രക്തം നിങ്ങൾ ചിന്താൻ പാടില്ല, മറ്റുള്ളവരുടെ അഭിമാനത്തെ നിങ്ങൾ സംരക്ഷിക്കണം. വനഹാന അനിൽ ഫവാഹിഷ്, എല്ലാ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ നിന്നും ആ റസൂല് ഞങ്ങളെ വിലക്കി. വഖൗലി സൂർ, കള്ളസാക്ഷ്യം നിൽക്കാൻ പാടില്ലെന്ന് ആ റസൂല് ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി. വാഖലി മാൽ യതീം, യതീമിന്റെ ധനം അപഹരിച്ച് തിന്നാൻ പാടില്ലെന്ന് ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. വഖദ്ഫിൽ മുഹ്സനാത്ത്, പതിവ്രതകളായ ചാരിത്രവതികളായ പെണ്ണുങ്ങളെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന് ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. വഅമറനാ അൻ നഅ്ബുദല്ലാഹ വഹ്ദഹു ലാ നുശ്രിക ബിഹി ഷൈഅ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചു. വഅമറനാ ബിസ്സലാത്തി, നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. വസ്സകാത്തി, സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ചു. വസ്സിയാമി, നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു. ഫസദ്ദഖനാഹു വആമന്നാ ബിഹി വത്തബഅനാഹു അലാ മാ ജാഅ ബിഹി മിൻ ദീനില്ലാഹ്. അള്ളാഹുവിന്റെ റസൂല് ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥവുമായിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ ആ ഖുർആനിനെ ഞങ്ങൾ സമ്പൂർണമായി പിൻപറ്റി ഖുർആനിന്റെ വക്താക്കളായി ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കാരണമായതെന്ന് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശിയുടെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് ആ ജനതയിൽ ഉണ്ടാക്കിയ മാറ്റം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് ഈ ഒരൊറ്റ ചരിത്ര സംഭവം, നജ്ജാശിയുടെ മുമ്പിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നടത്തിയ ഈ ഒരൊറ്റ പ്രഭാഷണം മാത്രം നമ്മൾ മുന്നിൽ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തു വലിയ മാറ്റമാണ് അള്ളാഹുവിന്റെ റസൂല് ഈ ഖുർആനിലൂടെ ആ ജനതയിൽ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിന്ന് കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആനുമായി നമുക്ക് എത്രത്തോളം ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഹദീസാണത്. യൂശികു അൻ യഅതിയ അലൈക്കും സമാൻ, നിങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു.
മസാജിദുഹും ആമിറത്തുൻ ഫഹിയ ഖറാബുൻ അനിൽ ഹുദാ ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദ് എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കുക. ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട്. ആ കാലത്തിന്റെ പ്രത്യേകതയായി റസൂല് 4 കാര്യങ്ങളാണ് എണ്ണി പറയുന്നത്. ഒന്ന്, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു, ഇസ്ലാം അതിന്റെ പേരിൽ മാത്രം അവശേഷിക്കുന്ന ഒരു കാലം. മുസ്ലിം പേരുകളുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും, പക്ഷേ അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ കാണാൻ കഴിയില്ല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, അള്ളാഹുവിന്റെ ഖുർആൻ അതിന്റെ ലിപികളിൽ മാത്രം ചുരുങ്ങുന്ന ഒരു കാലഘട്ടമാണത്. ഖുർആൻ അതിന്റെ ലിപികളിൽ മാത്രം പരിമിതപ്പെടുന്ന കാലം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് കോപ്പികൾ ആ സമൂഹത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ജുമാക്ക് പള്ളിയിൽ വരുന്ന ആളുകളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ മുസ്ഹഫുകൾ ആ പള്ളിയുടെ അലമാരകളിൽ വളരെ മനോഹരമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ജീവിതത്തിൽ ഖുർആൻ ഉണ്ടാവില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഖുർആൻ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ജീവിതത്തിൽ ഖുർആൻ ഇല്ലാതെ മുസ്ഹഫിന്റെ അകത്ത് മാത്രം, കിതാബുകളിൽ മാത്രം ഖുർആൻ അവശേഷിക്കുന്ന ഒരു കാലം. ഇങ്ങനെ ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട്. അതേപോലെ തന്നെ മസാജിദുഹും ആമിറത്തുൻ ഫഹിയ ഖറാബുൻ അനിൽ ഹുദാ, മസ്ജിദുകൾ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ മാത്രമായി ചുരുങ്ങുന്ന കാലം. ആകാശമുട്ട മിനാരങ്ങളുള്ള വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾക്ക് മസ്ജിദ് എന്ന് പേര് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഫഹിയ ഖറാബുൻ അനിൽ ഹുദാ, ആ മസ്ജിദുകളിൽ നിന്ന് മനുഷ്യർക്ക് ലഭ്യമാവേണ്ടത് ഹിദായത്താണെങ്കിൽ ആ ഹിദായത്ത് കൊടുക്കാൻ ഒരു നിലക്കും കഴിയാത്ത കേവല കെട്ടിടങ്ങൾ മാത്രമായി പള്ളികൾ ചുരുങ്ങിപ്പോകുന്ന ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ടെന്നുകൂടി ഈ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 4ാമത് പറയുന്നത് അതിനേക്കാൾ ഗുരുതരമാണ്. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദ്, ആകാശത്തിന്റെ ചൂട്ടിൽ ഏറ്റവും മോശപ്പെട്ട കൂട്ടര് ഉലമാക്കളായി മാറുന്ന കാലം. ആലിമീങ്ങൾ, പണ്ഡിതന്മാർ ഈ ഭൂമിയിൽ ഏറ്റവും മോശപ്പെട്ട വിഭാഗമായി മാറുന്ന കാലം. എല്ലാ കുഴപ്പങ്ങളും അവരിൽ നിന്ന് ആരംഭിച്ച് എല്ലാ കുഴപ്പങ്ങളും അവസാനം അവരിൽ തന്നെ ചെന്നു ചേരുന്ന ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്നുകൂടി അല്ലാഹു റസൂൽ ഈ ഹദീസിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ 2ാമതായി പറഞ്ഞ കാര്യം ലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, അല്ലാഹുവിന്റെ ഖുർആൻ അതിന്റെ ലിപികളിൽ മാത്രം ചുരുങ്ങുന്ന ഒരു കാലം നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഷഹീദ് സയ്യിദ് ഖുത്ബ് റഹിമഹുല്ലാഹ് വിശുദ്ധ ഖുർആനിനെ ഏറ്റവും മനോഹരമായി വ്യാഖ്യാനിച്ച ഏറ്റവും വലിയ ആധുനിക ഖുർആൻ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഷഹീദ് സയ്യിദ് ഖുത്ബ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം ഫീ ദിലാലിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ തണലിൽ, ഖുർആനിന്റെ തണലിൽ എന്ന പേരിൽ മലയാളത്തിൽ അത് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത് നമ്മുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ഷഹീദ് സയ്യിദ് ഖുത്ബ് ഖുർആനും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നൽ ഖുർആന ലം യകുൻ നുസൂസൻ തുഖറ വലാ സഖാഫതൻ തുദ്റസ് വലാകിന്നഹു കാന മൻഹജൻ ലിൽ ഹയാതി യതഹവ്വലു മിൻ കലിമാത്തിൻ മസ്തൂറത്തിൻ ഇലാ വാഖിഇൻ ഹയ്യിൻ വമിൻ വരിഖിൻ ومن ورق وحبر إلى دم ولحم ومن نظرية في الذهن إلى حركة في المجتمع എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വിശുദ്ധ ഖുർആൻ അത് അതിന്റെ കോപ്പികളിൽ മാത്രം ചുരുങ്ങി നിന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഖുർആനിന്റെ മുസ്ഹഫുകൾ എന്ന പേരിൽ ഖുർആനിന്റെ ധാരാളം കോപ്പികൾ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല. ആ ഖുർആനെ നിങ്ങളിങ്ങനെ വെറുതെ വായിച്ചത് കൊണ്ട് കാര്യമില്ല. ആ ഖുർആനിനെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു സംസ്കാരമായി നിങ്ങൾ കേവലം പഠിച്ചതുകൊണ്ടും പ്രശ്നം തീരൂല. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാത്തിടത്തോളം നിങ്ങളുടെ രക്തത്തോട്, നിങ്ങളുടെ മാംസത്തോട്, നിങ്ങളുടെ മജ്ജയോട് ആ ഖുർആനിനെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ കഴിയുമോ? എങ്കിൽ മാത്രമേ ആ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുകയുള്ളൂ. ആ ഖുർആൻ അതിന്റെ ഏടുകളിൽ നിന്ന്, കടലാസുകളിൽ നിന്ന്, ആ ഖുർആൻ എഴുതിയ മഷികളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഖുർആനിനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതേപോലെ തന്നെ കേവലം ചിന്ത എന്നതിൽ കവിഞ്ഞ് ആ ഖുർആനിനെ സാമൂഹ്യ ജീവിതത്തിന്റെ ചലനങ്ങളോട് ചേർത്ത് വെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. വ്യക്തി ജീവിതത്തിലേക്ക് ഖുർആനെ കൊണ്ടുവരാൻ കഴിയണം, കുടുംബ ജീവിതത്തിലേക്ക് ഖുർആനെ കൊണ്ടുവരാൻ കഴിയണം, സാമൂഹ്യ ജീവിതത്തിലേക്ക് ഖുർആനെ കൊണ്ടുവരാൻ കഴിയണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അള്ളാഹുവിന്റെ ഖുർആനിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ? എങ്കിൽ മാത്രമാണ് ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പൊ ഖുർആന് ജീവിക്കുന്ന ഖുർആനുകളായി മാറുക എന്നതാണ് അള്ളാഹുവിന്റെ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനമായി മാറേണ്ടത്. ജീവിക്കുന്ന ഖുർആനുകളായി നമ്മൾക്ക് മാറാൻ കഴിയുമോ?
സയ്യിദ് ഖുത്ബ് തന്നെ അദ്ദേഹത്തിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. عندما نعيش مع القرآن نرى العالم من منظور إلهي فتتغير مقاييسنا وتتحطم أصنام الجاهلية في نفوسنا قبل أن تتحطم على الأرض എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതം ഖുർആനാക്കി മാറ്റാൻ നമ്മൾ തീരുമാനിച്ചാൽ, അഥവാ ഖുർആനികമായ ഒരു ജീവിതം നയിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നറൽ ആലമ മിൻ മൻദൂരിൻ ഇലാഹിയിൻ, ഈ ലോകത്തെ, നാം ജീവിക്കുന്ന ഈ സമൂഹത്തെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടുന്ന ഒരു സമൂഹമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫതതഗയ്യറു മഖായിസുന, നിങ്ങളുടെ എല്ലാ അളവുകോലുകളിലും ഈ ഖുർആൻ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ ജീവിതത്തെ അളക്കുവാൻ വേണ്ടി നിങ്ങൾ കണക്കാക്കുന്ന എന്തെല്ലാം അളവുകോലുകളുണ്ടോ ആ അളവുകോലുകളിലെല്ലാം ഈ ഖുർആൻ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വതതഹത്തമു അസ്നാമുൽ ജാഹിലിയത്തി ഫീ നുഫൂസിന ഖബ്ല അൻ തതഹത്തമ അലൽ അർള്, നിങ്ങൾ ഈ ഭൂമിയിൽ ജാഹിലിയത്തിന്റെ എല്ലാ അട്ടിപ്പേറുകളെയും തകർക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഖുർആൻ കൊണ്ട് നിങ്ങളുടെ മനസ്സിനകത്തുള്ള ജാഹിലിയത്തിന്റെ അട്ടിപ്പേറുകളെ നിങ്ങൾക്ക് അറുത്തുമാറ്റാൻ കഴിയണം. അഥവാ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, വ്യക്തി ജീവിതത്തിൽ നിന്നാണ് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപ്ലവം യഥാർത്ഥത്തിൽ ആരംഭിക്കേണ്ടത്. ആ ഖുർആനിലൂടെ നമ്മുടെ ജീവിതത്തെ ആ സ്വഭാവത്തിൽ നമ്മൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനം. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നടത്തുന്ന പ്രഭാഷണത്തിന്റെ പൊരുള് യഥാർത്ഥത്തിൽ അതാണ്. അല്ലാഹുവിന്റെ റസൂൽ അവരെ ജീവിക്കുന്ന ഖുർആനുകളാക്കി മാറ്റി. സയ്യിദ് ഖുത്ബ് തന്നെ പറയുന്നുണ്ട്, ഇന്ന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യന്തസിറു ഇല്ലാ യൗമ അൻ സാഗ മിൻ സാഹിബതിഹി നമാദിജ ഹയ്യതൽ ലിൽ ഈമാൻ. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴാണ് വിജയിച്ചത്? റസൂൽ വിജയിച്ചിട്ടില്ല, ഒരു ദിവസവും വിജയിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ വിജയിച്ച ദിവസം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന് യഥാർത്ഥത്തിൽ ആ സമൂഹത്തിൽ വിജയക്കൊടി നാട്ടാൻ സാധിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി റസൂലിന്റെ സ്വഹാബികളെ, റസൂലിന്റെ കൂടെയുള്ള അനുയായികളെ മാറ്റിയെടുക്കാൻ സാധിച്ചു. സുവറൻ മുജസ്സദതൻ തംശി അലൽ അർള്, ഈ ഭൂമിയിലൂടെ നടക്കുന്ന ജീവിക്കുന്ന ഖുർആനിന്റെ പതിപ്പുകളായി, തഅകുലു തആമ വതംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ നടക്കുന്ന, അതേപോലെ തന്നെ നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന വിശുദ്ധ ഖുർആന്റെ കോപ്പികളാക്കി ആ സ്വഹാബികളെ മാറ്റിയെടുക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് സാധിച്ചപ്പോ അന്ന് മുതൽക്കാണ് റസൂലിന് വിജയത്തിന്റെ കൊടിനാട്ടി ആ സമൂഹത്തിൽ അത്ഭുതകരമായ വിപ്ലവത്തിന്റെ മുന്നേറ്റം നടത്താൻ സാധിച്ചതെന്ന് സയ്യിദ് ഖുത്ബ്, അള്ളാഹുവിന്റെ റസൂല് ആ സമൂഹത്തിൽ നടപ്പിലാക്കിയ വിപ്ലവകരമായ പോരാട്ടത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ആ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ആ ഖുർആൻ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം ഖുലഫാഉർ റാഷിദുകളുടെ, താബീങ്ങളുടെ, അതേപോലെ തന്നെ മദ്ഹബിന്റെ ഇമാമുകളുടെ, മുജദ്ദിദുകളുടെ, നവോത്ഥാന നായകന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായ വിപ്ലവകരമായ പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കവിതയിലൂടെ പറയുന്നുണ്ട്, മുസൽമാൻ ഹോക്കർ, നിങ്ങൾ ഒരു കാലത്ത് നല്ല ഇസ്സത്തുള്ള ജനതയായിരുന്നു. എല്ലാ നിലക്കും, ഏത് നിലക്ക് ചിന്തിച്ചു കഴിഞ്ഞാലും നല്ല ഇസ്സത്തുള്ള, ഏറ്റവും വലിയ ശക്തിയുള്ള, എല്ലാവരും നിങ്ങളെ ഫോളോ ചെയ്യുന്ന, ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമൂഹമായി നിങ്ങൾക്ക് മാറാൻ സാധിച്ചിരുന്നു. നിങ്ങൾ മുസൽമാൻ ഹോക്കർ, നിങ്ങളന്ന് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായിരുന്നു. യഥാർത്ഥത്തിൽ തന്നെ നിങ്ങൾ മുസ്ലിങ്ങളായിരുന്നു. പക്ഷേ തും ഖിവാർ ഹുയേ ഹേ താരിഖെ ഖുർആൻ ഹോക്കർ, ഇന്ന് നിങ്ങൾ അധപ്പതനത്തിന്റെ ഭീകരമായ പടുകുഴിയിലേക്ക് നിങ്ങൾ എടുത്തെറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? താരിഖെ ഖുർആൻ ഹോക്കർ, നിങ്ങളിന്ന് ഖുർആനിന്റെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിച്ചു കളഞ്ഞു. ഖുർആനുമായി നിങ്ങളുടെ ജീവിതത്തെ ചേർത്തു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഖുർആനികമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തിടത്തോളം നിങ്ങൾക്ക് ഇസ്സത്തുള്ള ഒരു ജനതയായി മാറാൻ കഴിയുകയില്ല. നമ്മളിന്ന് ഗസയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഗസയുടെ ഇസ്സത്ത് എന്താണ്? ഗസയുടെ ഇസ്സത്ത് അൽ ഖുർആൻ, അള്ളാന്റെ ഖുർആനാണ്. അള്ളാന്റെ ഖുർആനുമായുള്ള ആ ജനതയുടെ ബന്ധം എത്ര വലിയ നഷ്ടങ്ങൾ ഉണ്ടായി അവർക്ക്. 100,000-ഓളം വരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യന്മാര് ഷഹീദായി. ഗസ എന്ന് പറയുന്ന ആ മണ്ണ് മുഴുവനും
നാമാവശേഷമായി അവിടെയുള്ള പള്ളികൾ, മദ്രസകൾ, വീടുകൾ, ഹോസ്പിറ്റലുകൾ, അതേപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കടകൾ ഉൾപ്പെടെ ആ നാട് മുഴുവനും നശിച്ചുപോയി. പക്ഷേ അവരുടെ ഇസ്സത്തിന് കോട്ടം പറ്റിയില്ല. ആ ജനതയുടെ ഇസ്സത്തിന് ഒരു തരിമ്പ് പോലും കോട്ടം സംഭവിക്കുവാൻ എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ശേഖരങ്ങൾക്ക് സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ഖുർആൻ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്സത്ത് നൽകുന്ന ഗ്രന്ഥമായി അവർ നെഞ്ചേറ്റിയിട്ടുണ്ട്. ഇന്നും നിങ്ങൾ ഗസയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ ഖുർആൻ പഠിക്കുന്നു, വലിയ ആളുകൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആനുമായുള്ള ബന്ധം അതിന്റെ എല്ലാ ഊഷ്മളതയിലും നിലനിർത്തുവാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അവർ. ഈ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പാണ് 500ഓളം വരുന്ന ഖുർആൻ പഠിച്ച ഹാഫിദുകൾക്ക് അവർ സനദ് നൽകിയത്. അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഖുർആനുമായുള്ളവരുടെ ബന്ധം എങ്ങനെയാണ് ഗസയിലുള്ള ജനങ്ങൾ ഇമാതിരി വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രതിസന്ധികളുടെ മുമ്പിൽ തകർന്നു പോകാതെ, തോറ്റുകൊടുക്കാതെ എങ്ങനെയാണ് ആ ജനത അവരുടെ പോരാട്ട വീര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്നത് ലോകം വളരെ കൗതുകത്തോടുകൂടി നോക്കിക്കണ്ട ഒരു കാര്യമാണ്. ആ നോക്കിക്കണ്ടപ്പോ ലോകത്തിന് കിട്ടിയ ഉത്തരം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രചോദനമേകുന്നത് ഖുർആനാണ്. ഇന്ന് ലോകത്തത് വലിയ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കൂടിയായ ആ കാലഘട്ടത്തിൽ വളർന്നിരുന്നു. അഥവാ ഗസയിലെ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനും അവർക്ക് ഈ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനും കരുത്തു നൽകുന്നത് ഖുർആനാണെങ്കിൽ വി റീഡ് ഖുർആൻ, ഞങ്ങളും ഖുർആൻ പഠിക്കുകയാണ്, ഞങ്ങളും ഖുർആൻ വായിക്കുകയാണ്. ആ ഖുർആൻ വായനയിലൂടെ ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ യൂറോപ്പിലും അമേരിക്കൻ രാജ്യങ്ങളിലുമൊക്കെ 10,000-കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞു. 10,000-കണക്കിന് ആളുകൾ. അതിശയോക്തിയുള്ള പരാമർശമല്ല, അതിശയോക്തിയുള്ള വർത്തമാനമല്ല. 10,000-കണക്കിന് ആളുകൾ യൂറോപ്പിലും അമേരിക്കയിലും ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞു. വളരെ പ്രഗത്ഭരായ ആളുകൾ ഉൾപ്പെടെ. മാഗൻ റൈസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ ടിക്ടോക്ക് ആക്ടിവിസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്കിടയിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന, ഇൻസ്റ്റയിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് മാഗൻ റൈസ്. മാഗൻ റൈസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഈ ടിക്ടോക്ക് ആക്ടിവിസ്റ്റ് ഇന്ന് അവിടുത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രബോധകയാണ്. ഏറ്റവും വലിയ ഇസ്ലാമിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിത്വമാണ്. അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടെത്തിച്ചത് ഗസയിലെ ഈ മുസ്ലിം സമൂഹം അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അതിജയിക്കുന്ന ഈ അത്ഭുതകരമായ കാഴ്ച കണ്ട് അവരെ ഖുർആൻ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ആ ഖുർആൻ അവരുടെ ജീവിതത്തിൽ ഹിദായത്ത് നൽകി. ആ ഖുർആനിന്റെ വെളിച്ചത്തിൽ ഇന്ന് അവരുടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണമെന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഗസയിലെ ഓരോ സംഭവങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അലാ റജ എന്ന് പറയുന്ന ഒരു 36 വയസ്സുകാരിയായ ഒരു വനിതാ ഡോക്ടർ ഉണ്ടായിരുന്നു. ഇന്നും അവരോടുണ്ട്. 10 മക്കളുടെ ഉമ്മയാണവർ. 36 വയസ്സ് പ്രായമുള്ള സന്ദർഭത്തിലാണ് അവർക്ക് 10 മക്കൾ ഉണ്ടാവുന്നത്. മൂത്ത കുട്ടിയുടെ പ്രായം 12 വയസ്സ്, ചെറിയ കുട്ടിയുടെ പ്രായം 4 മാസം. 4 മാസം പ്രായമുള്ള ഇളം പൈതലും 12 വയസ്സ് പ്രായമുള്ള മൂത്ത കുട്ടിയും ഉൾപ്പെടെ 10 കുട്ടികളുടെ ഉമ്മയാണ് അലാ റജ എന്ന് പറയുന്ന ഗസയിലെ പീഡിയാട്രീഷ്യനായ ഡോക്ടർ. അവരൊരു ദിവസം വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി വൈകുന്നേരം തിരിച്ചു വന്നപ്പോ വീട് മുഴുവനും തകർന്നു കിടക്കാണ്. ആ വീട്ടിനിടയിൽ ഈ 9 മക്കളുടെ ഷഹീദായ മൃതശരീരമാണ് അവർ കാണുന്നത്. 9ാമത്തെ മകൻ ആദം എന്ന് പറയുന്ന കുഞ്ഞൊഴികെ ബാക്കി 9 മക്കളും ഷഹീദായി. ഭർത്താവ് മരണാസന്നനായി കിടക്കുന്ന കാഴ്ച. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഭർത്താവ് ഷഹീദാവുന്നുണ്ട്. ഈ 10 മക്കളിൽ 12 വയസ്സ് പ്രായമുള്ള മൂത്ത മകനും 11 വയസ്സ് പ്രായമുള്ള 2ാമത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മകനും ഹാഫിദുകളായിരുന്നു. മറ്റുള്ള മക്കളിൽ 4 മക്കളും ഹിഫ്ദിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഹാഫിളാക്കി മാറ്റുക, അവരുടെ ഇളം മനസ്സിൽ ഖുർആനുമായുള്ള ബന്ധം ചേർത്തുവെക്കുക എന്ന് പറയുന്നത് ആ ഉമ്മമാരുടെ ജീവിതത്തിൽ ഒരു നിലക്കും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറില്ലാത്ത വിധം അള്ളാഹുവിന്റെ ഖുർആനിനെ നെഞ്ചേറ്റിയ ഒരു ജനതയാണവർ. ആ ജനത ഈ അത്ഭുതകരമായ സർവൈവൽ നടത്തി, അവർ അതിജീവനം നടത്തി മുന്നേറുമ്പോ ആ മുന്നേറ്റത്തിന്റെ കാരണം അള്ളാഹിന്റെ ഖുർആൻ മാത്രമാണ്. ആ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടോ? നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ എത്രമാത്രം ജാഗ്രത പാലിക്കുന്നുണ്ട്? കുട്ടികളെ ഹിഫ്ദിന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവർക്ക് A+ കിട്ടൂല. 10ാം ക്ലാസ്സിൽ അവർ ഒരുപക്ഷെ 100% A+ കിട്ടൂല.
അല്ലെങ്കിൽ +2 അവർ A+100% കിട്ടാതെ പോകും. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ ഹിഫ്ദിന് പറഞ്ഞയക്കൂല. നമ്മുടെ നിലപാടതല്ലേ? എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ നമുക്ക് നൽകാൻ സാധിക്കാറില്ല. നമ്മളതിന് പ്രാധാന്യം നൽകുന്നില്ല. ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഖുർആൻ സ്വാധീനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമ്മുടെ മക്കളുടെ പല വിധത്തിലുള്ള മക്കളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. എന്താ ആശങ്കക്ക് കാരണം? അള്ളാഹുവിന്റെ ഖുർആനുമായി ആ മക്കൾക്ക് എന്ത് ബന്ധമാണുള്ളത്? നമ്മൾക്ക് എന്ത് ബന്ധമുള്ളത്? ഖുർആൻ നമ്മൾ എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നൽകുന്ന എല്ലാ സന്ദേശങ്ങളും അതിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്, അവർക്ക് കാരുണ്യമാണ്, റഹ്മത്താണ്. അള്ളാന്റെ ഖുർആനിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ ഖുർആൻ ഷിഫയാണെന്ന് പറഞ്ഞാൽ പനി പിടിച്ചു കഴിഞ്ഞാൽ മരുന്നുണ്ടെന്നല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക ജീവിതം, കുടുംബ ജീവിതം, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, വ്യക്തിജീവിതം, ആരാധന, അനുഷ്ഠാനം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കെല്ലാം അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തതയുള്ള, കൃത്യതയുള്ള പരിഹാരമാർഗം നമ്മുടെ മുമ്പിൽ നിർദ്ദേശിക്കുമ്പോൾ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ, ആ ഖുർആൻ ലാലിമികളായ, അതിക്രമകാരികളായ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കാതെ ക്രമം തെറ്റിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ അധികരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇത് രണ്ടും സംഭവിക്കണം. ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഖുർആൻ കാരുണ്യമായി മാറണം. ഖുർആനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് ഈ ഖുർആൻ നഷ്ടവും പരാജയവുമായി മാറണം. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ ആരാണ് അതിന്റെ ഉത്തരവാദി? ഖുർആനാണോ? അല്ല, അതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിനോട് നമ്മൾ എന്ത് സമീപനം പുലർത്തുന്നു എന്നതാണ് പ്രധാനം. ഖുർആനിന് നമ്മളെ തോൽപ്പിക്കാനും കഴിയും, ഖുർആന് നമ്മളെ ജയിപ്പിക്കാനും കഴിയും. വിശുദ്ധ ഖുർആനിന് നമ്മളെ ഉയരങ്ങളിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോകാനും കഴിയും, അപജയത്തിന്റെ അഗാധമായ ഗർത്തത്തിലേക്ക് നമ്മളെ തള്ളിയിടാനും കഴിയും. രണ്ടും അല്ലാഹു റസൂൽ തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ കൊണ്ട് ഒരു വിഭാഗത്തെ അല്ലാഹു ഉയർത്തും, മറ്റൊരു വിഭാഗത്തെ അല്ലാഹു തളർത്തും ചെയ്യും. ഖുർആൻ കൊണ്ട് ഒരു വിഭാഗത്തെ അല്ലാഹു ഉയർത്തിക്കളയും, എന്നാൽ അതേ ഖുർആൻ കൈവശമുണ്ടായിരിക്കെ മറ്റൊരു വിഭാഗത്തെ അല്ലാഹു തളർത്തിക്കളയുകയും ചെയ്യും. നമ്മുടെ ഖുർആൻ കൊണ്ട് വിജയിക്കാണോ ചെയ്യുന്നത്? അതല്ല, ഖുർആൻ കൊണ്ട് നമ്മൾ തളരുകയാണോ? ഖുർആൻ കൊണ്ട് നമ്മൾ തളരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഖുർആനല്ല. കൈഫ നതആമലുൽ ഖുർആൻ, ഖുർആനോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നതാണ് പ്രശ്നം. ഖുർആനിനോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളതെന്ന് പഠിക്കാനും മനസ്സിലാക്കുവാനും നമ്മൾ എത്രത്തോളം തയ്യാറുണ്ട്? അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആന്റെ മുമ്പിൽ നമ്മുടെ കൽബിനെ നമ്മൾ താഴിട്ട് പൂട്ടിവെച്ചിരിക്കുകയാണ്, തുറന്നു കൊടുക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, 24 ഹവേഴ്സ് മൊബൈൽ ഡാറ്റ നമ്മുടെ ഫോണിലുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഈ സംവിധാനം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ തീരുമാനിക്കാറുണ്ടോ? അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ സംവിധാനങ്ങളിലൂടെ എന്ത് സംവിധാനമാണോ ഉള്ളത് ആ ഉള്ള സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഖുർആൻ പഠിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് ഖുർആനിലേക്കുള്ള ഒരു തിരിച്ചുവരവിന് മുസ്ലിം ഉമ്മത്തിന് കഴിയുമോ എന്ന വളരെ ഗൗരവപ്പെട്ട ചോദ്യമാണ്. ഈ വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുമ്പോൾ ആരുടെയും മുഖത്ത് നോക്കിയല്ല, നമ്മളിലേക്ക് തന്നെ വിരൽ ചൂണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ആ ചോദ്യത്തിന് പോസിറ്റീവായ ഉത്തരം നൽകാൻ, ആ ചോദ്യത്തിന് ഞാൻ ഖുർആന്റെ മുമ്പിൽ എന്റെ കൽബിനെ ഞാൻ തുറന്നു വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഞാൻ പഠിക്കാൻ തയ്യാറാണ്, അള്ളാഹിന്റെ ഖുർആൻ ഞാൻ മനസ്സിലാക്കുവാൻ സന്നദ്ധനാണ്, ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുവാൻ പ്രതിജ്ഞ എടുക്കുകയാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുക. അപ്പോഴാണ് ആ റമദാൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കുക. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് എന്റെ സഹോദരന്മാരോട് സഹോദരിമാരോട് പറയുന്നത്, അള്ളാഹുവിന്റെ ഖുർആൻ ഒന്നാമതായി മാറ്റമുണ്ടാക്കേണ്ടത് നമ്മുടെ കൽബിൽ തന്നെയാണ്. കൽബിലാണ് മാറ്റമുണ്ടാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് പോലെ
ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ കൽബുമായി നിങ്ങൾ അല്ലാഹനെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഉപകാരപ്പെടൂല, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടൂല, ഒരു ഉപകാരവും നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ സമയത്ത് കൂട്ടിനുണ്ടാവുക ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ കൽബുമായി അല്ലാഹനെ കണ്ടുമുട്ടാൻ നമ്മൾക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. സലീമായ കൽബുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവനെ രക്ഷപ്പെടാൻ കഴിയും. ആ സലീമായ കൽബുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിനുള്ള അവസരം കൂടിയാണ് റമളാൻ. അതിനുള്ള അവസരമാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുമ്പിൽ നൽകുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ കൽബിനെ സലീമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ കൽബിനെ നമ്മൾ തഹല്ലിയത്ത് ചെയ്യണം. രണ്ടാമത്, കൽബിനെ നമ്മൾ തഹല്ലിയത്ത് ചെയ്യണം. മൂന്നാമത്, കൽബിനെ നമ്മൾ തജല്ലിയത്ത് ചെയ്യണം. തഹല്ലിയത്ത്, തഹല്ലിയത്ത്, തജല്ലിയത്ത്, ഇങ്ങനെ 3 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് റമളാനിന്റെ മുമ്പ് അഥവാ തഹല്ലിയത്ത്. കൽബിലുള്ള എല്ലാ മാലിന്യങ്ങളും നമ്മൾ പുറത്തേക്ക് കളയുക. തൗഹീദിന് നിരക്കാത്ത ഷിർക്കിന്റെ അംശങ്ങൾ നമ്മുടെ കൽബിലുണ്ടാകാൻ പാടില്ല. റിയാഇന്റെ അംശങ്ങൾ നമ്മുടെ കൽബിലുണ്ടാകാൻ പാടില്ല. കുഫറിന്റെ അംശങ്ങൾ നമ്മുടെ കൽബിലുണ്ടാകാൻ പാടില്ല. ലിബറലിസത്തിന്റെ ആശയങ്ങൾ നമ്മുടെ കൽബിനെ സ്വാധീനിക്കാൻ പാടില്ല. എത്തീസത്തിന്റെ ചിന്തകൾ നമ്മുടെ കൽബിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ നമ്മൾ പുറത്തേക്ക് മാറ്റുക. അഖീദപരമായി നമ്മുടെ കൽബിനെ നമ്മൾ ശുദ്ധമാക്കുക. സ്വഭാവപരമായി നമ്മുടെ കൽബിനെ നമ്മൾ തഹല്ലിയത്ത് ചെയ്യുക. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അസൂയയില്ല, പകയില്ല, കുശുമ്പില്ല, കിബിറില്ല, ഒന്നുമില്ലാത്ത കൽബ്. അയൽക്കാരനോട് നമ്മൾ മിണ്ടുന്നില്ല. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തെറ്റാണ്. ഇളയച്ചി മുത്തച്ചി നമ്മൾ പരസ്പരം പിണക്കത്തിലാണ്. അമ്മായിയും മരോളും തമ്മിൽ മിണ്ടുന്നില്ല. അമ്മോശനും മരോനും തമ്മിൽ പ്രശ്നമാണ്. മക്കളും വാപ്പിയും തമ്മിൽ തെറ്റാണ്. ഇങ്ങനെ നമ്മൾ നോമ്പൊറ്റൊരു കാര്യമില്ല. അങ്ങനെ കുന്നും കുശുമ്പും കുന്നായ്മയ്ക്കായി നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ റമളാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അസ്സലാമു അലൈക യാ റമളാൻ എന്ന് നമ്മൾ സലാം പറയുമ്പോൾ ആ റമളാൻ നമ്മൾ തിരിഞ്ഞു പോകും. ആ റമളാനും നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ കൽബിനെ നമ്മൾ തഹല്ലിയത്ത് ചെയ്യണം. കൽബിനകത്തുള്ള എല്ലാ മാലിന്യങ്ങളും, അഖീദാപരമായ മാലിന്യങ്ങൾ, അഖ്ലാഖീപരമായ മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളിയിട്ടിട്ട് ഒന്നുമില്ലാത്ത കൽബുമായി, അതാണ് തഹല്ലിയത്ത് എന്ന് പറഞ്ഞാൽ, ശൂന്യമായ കൽബുമായി നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കുക. ലാ ഇലാഹ എന്ന് പറഞ്ഞാലേ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ഇലാഹും എനിക്കില്ല, അള്ള മാത്രമാണ് ഇലാഹ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ ഒരു ഇലാഹും എനിക്കില്ല എന്ന് ആദ്യം നമ്മൾ പറയണം. അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, സ്വന്തം ശരീരത്തിന്റെ ഇച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടോ എന്ന് അല്ലാഹു 2 ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. അവന്റെ ഇലാഹ് വേറൊന്നുമല്ല, ഏതോ ബിംബത്തിന്റെ മുകളിൽ പൂജിക്കുന്നൊന്നുമില്ല. അവർ ചെയ്യുന്നത് ഒറ്റ കാര്യമുള്ളൂ, അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ താല്പര്യങ്ങളാണ്. നമ്മുടെ ഹവക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ആ ഹവക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവന്റെ ഇലാഹ് ഹവയാണ് എന്ന് അള്ള പറയാണ്. ആ ഹവ നമ്മുടെ ഇലാഹായി മാറുന്നുണ്ടോ? അതിനെ മാറ്റണം. ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇല്ലല്ലാ എന്ന് പറയാൻ പറ്റുന്ന കൽബാക്കി നമ്മുടെ കൽബിനെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ റമളാനിലേക്ക് പ്രവേശിച്ചാൽ ആ റമളാനിൽ സംഭവിക്കേണ്ടതാണ് തഹല്ലിയത്ത്. തഹല്ലിയത്ത് എന്ന് പറഞ്ഞാൽ കൽബിനെ ആഭരണമണിയിച്ച് സൗന്ദര്യമുള്ള, സമ്പന്നമായ, പോഷകമൂല്യങ്ങളുള്ള, ഏറ്റവും മനോഹരമായ, ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും ചൈതന്യമുള്ള കൽബാക്കി നമ്മുടെ കൽബിനെ മാറ്റിയെടുക്കുക. അതിനാണ് തഹല്ലിയത്ത് എന്ന് പറയുക. റമളാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നോമ്പ് നോൽക്കാണെങ്കിലും, തറാവീഹ് ആണെങ്കിലും, സ്വതക്കയാണെങ്കിലും, തിലാവത്തുൽ ഖുർആനാണെങ്കിലും, ദിക്റാണെങ്കിലും, ദുആയാണെങ്കിലും, എല്ലാ കാര്യങ്ങളും, റമളാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നമ്മുടെ കൽബിനെ സൗന്ദര്യമുള്ളതാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോ ഈ റമളാനിലൂടെ നമ്മുടെ കൽബിനെ അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണം. അതാണ് തഹല്ലിയത്ത്. 3ാം ഘട്ടം ബഅദ റമളാൻ, റമളാനിന് ശേഷമാണ് തജല്ലിയത്ത് എന്ന് പറയുന്നത്. എന്നാൽ റമളാനിലൂടെ നമ്മൾ നേടിയെടുത്ത ആ ചൈതന്യത്തിന് കോട്ടം സംഭവിക്കാതെ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനാണ് തജല്ലിയത്ത് എന്ന് പറയാം. റമളാൻ കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് ഗിയറിലേക്ക്, പിന്നിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ ചില ആളുകളുണ്ട്. ഷെയ്ഖ് യൂസുഫ് അൽ ഖർളാവി റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ വലാ തകൂനു റമളാനിയീൻ വലാകിൻ കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റമളാനികളായി മാറരുത്, നിങ്ങൾ റബ്ബാനികളായി മാറണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ റമളാനിൽ മാത്രം എന്തൊക്കെയോ ചെയ്യാം. റമളാനിൽ നമ്മൾ സ്പെഷ്യലായിട്ട് കാര്യങ്ങൾ ചെയ്യണം, യാതൊരു സംശയവുമില്ല. മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ റമളാനിനെ നമ്മൾ സജീവമാക്കണം.
പക്ഷെ റമദാൻ കഴിഞ്ഞാൽ നേരെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂല. റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആ ചൈതന്യം റമദാനിന് ശേഷവും തുടരാൻ കഴിയണം. ഈ കഴിഞ്ഞ റമദാന്റെ ഒക്കെ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് വന്നിരുന്നു. ഒരു പള്ളിന്റെ മുമ്പിൽ വന്ന ബോർഡാണ്, റമദാനിന് ശേഷവും ഈ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം ഉണ്ടായിരിക്കും. ഒരു പള്ളിന്റെ മുമ്പിൽ ബോർഡ് വെച്ചുക, റമദാനിന് ശേഷവും ഈ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം ഉണ്ടാവുന്നു. പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? റമദാൻ കഴിഞ്ഞാൽ പിന്നെ പള്ളിക്ക് ആളുകൾ തിരിഞ്ഞു നോക്കൂല. റമദാൻ സുബൈക്കൊക്കെ ഭയങ്കര സജീവമാണ്, പക്ഷെ റമദാൻ കഴിഞ്ഞാൽ സുബൈക്ക് പിന്നെ പള്ളിയിലുണ്ടാവില്ല. ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. റമദാൻ കഴിഞ്ഞാലും റമദാനിൽ നമ്മൾ നേടിയെടുത്ത ചൈതന്യത്തിന് കോട്ടം സംഭവിക്കാതെ അതിന്റെ തുടർച്ച നിലനിർത്താൻ കഴിയണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലാണ് നമ്മുടെ കൽബിനെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ കൽബുൽ സലീമാക്കി മാറ്റാൻ കഴിയാം. ആ കൽബുൽ സലീമാക്കി മാറ്റാൻ നമുക്ക് കഴിയണമെങ്കിൽ റമദാനിലൂടെ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ആ പഠിച്ചത് ജീവിതത്തോട് ചേർത്ത് വെക്കാനും നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് മാത്രം പറയുന്ന ഗ്രന്ഥമല്ലല്ലോ. സാമൂഹ്യ ജീവിതം, കുടുംബജീവിതം, സാമ്പത്തിക ജീവിതം, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, നാഗരികത, സംസ്കാരം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷണം കഴിക്കൽ, വെള്ളം കുടിക്കൽ, രാത്രി കടന്നുറങ്ങൽ എന്ന് തുടങ്ങി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് ഖുർആൻ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഈ ഖുർആനുമായുള്ള ബന്ധം എത്രത്തോളം ഊഷ്മളമാക്കാൻ പറ്റുമോ അത്രയും നമുക്ക് വിജയിക്കാൻ കഴിയും. ആ ബന്ധം എത്രത്തോളം കുറയുമോ അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് റസൂൽ പറഞ്ഞത്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. ഒരു വിഭാഗത്തെ അള്ളാഹു ഖുർആൻ കൊണ്ട് ഉയർത്തും, മറ്റൊരു വിഭാഗത്തെ അള്ളാഹു ഖുർആൻ കൊണ്ട് പരാജയപ്പെടുത്തും. ഖുർആൻ കൊണ്ട് പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആനി മഹ്ജൂറ. അല്ലാഹുവിന്റെ റസൂല് നാളെ മഹ്ശറയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ മുന്നിൽ വെച്ചുകൊണ്ട് റസൂല് പറയും, ഇവരുണ്ടല്ലോ, നമ്മളെ ചൂണ്ടിക്കൊണ്ട് റസൂല് പറയുന്നത്, ഈ കൂട്ടര് അതിൽ നമ്മളെ കണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ നിരാശ പിന്നെ എന്തായിരിക്കും? അല്ലാഹുവിന്റെ റസൂല് പറയുന്നെന്താ, ഇവര് ഖുർആനിനെ പരിഹസിച്ചു കളഞ്ഞു. ഖുർആന് കൊടുക്കേണ്ട ഒരു വിലയും കൊടുത്തിട്ടില്ല, ഖുർആനോടുള്ള ഒരു ബന്ധവും അവർ നിലനിർത്തിയിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞാൽ അത് മതി നമ്മുടെ ജീവിതം പരലോകത്ത് തകർന്നു പോകാൻ. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടരുത് എന്ന നിർബന്ധം നമുക്കുണ്ടെങ്കിൽ ആ നിർബന്ധം നടപ്പിലാക്കാനുള്ള അവസരമാണ് ഈ പരിശുദ്ധമായ റമദാനിലൂടെ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കി ഈ റമദാനിനെ സജീവമാക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, പരിശുദ്ധമായ റമദാനിലേക്ക് ഏറ്റവും വേഗത്തിൽ പ്രവേശിക്കാനും ആ റമദാനിൽ കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ഇൽമിയായ, ആരോഗ്യപരമായ, വൈജ്ഞാനികപരമായ, ഈമാനികമായ എല്ലാ കരുത്തും നൽകി അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അഹ്ലുൽ ഖുർആൻ എന്ന് നീ പരിചയപ്പെടുത്തിയിട്ടുള്ള ഖുർആനിന്റെ വക്താക്കൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. വിശുദ്ധ ഖുർആനിലൂടെ നീ ഞങ്ങൾക്ക് പകർന്നു നൽകുന്ന ഹിദായത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഹിദായത്തിലൂടെ ജീവിതം നയിക്കാൻ പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്ത് വലിയ തോതിലുള്ള പരീക്ഷണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ പരീക്ഷണങ്ങളെയും എല്ലാ പ്രതിസന്ധികളിലൂടെയും ഇസ്ലാമിന്റെ ഇസ്സത്തോടുകൂടി തരണം ചെയ്യാനുള്ള കരുത്ത് മുസ്ലിം ഉമ്മത്തിന് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഈ റമദാനിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകി ഈ ഉമ്മത്തിന് നീ അനുഗ്രഹിക്കണമേ നാഥ. വീഴ്ചകൾ പരിഹരിക്കാനുള്ള, പോരായ്മകൾ പരിഹരിക്കാനുള്ള, വിട്ടുവീഴ്ചകൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ പലരും ശാരീരികമായി പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ശിഫ നൽകണമേ നാഥ, ആഫിയത്ത് നൽകണമേ തമ്പുരാനെ, ദീർഘായുസ് നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, നമ്മുടെ ഈ നാട്ടിലുള്ള പലരും, പ്രത്യേകിച്ച് മമ്മുണ്ണി മൗലവിയെ പോലെയുള്ള ഒരുപാട് സഹോദരന്മാർ, നമ്മുടെ വേണ്ടപ്പെട്ട പ്രസ്ഥാന നേതാക്കന്മാർ, സുഹൃത്തുക്കൾ ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നാഥ, അവർക്ക് നീ ശിഫ നൽകണമേ നാഥ, ആഫിയത്ത് നൽകണമേ തമ്പുരാനെ. അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ സിഹത്തോടുകൂടി ഇനിയും ഒരുപാട് കാലം പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കുമൊക്കെ നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, അതേപോലെ തന്നെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഇണത്തുണകൾ പലരും പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്നിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ തമ്പുരാനെ, മഗ്ഫിറത്ത് നൽകണമേ നാഥ. അവരെ ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ.
ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار اللهم اجعل الشهر العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم بلغنا رمضان اللهم بلغنا رمضان اللهم بلغنا رمضان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وارحمنا برحمتك يا أرحم الراحمين